നമസ്തേ. നാളെ 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി, കൊല്ലവർഷം 1202, ചിങ്ങമാസം 9-ാം തീയതി, ചൊവ്വാഴ്ച. നാളത്തെ ദിവസത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. നാളെ ഋണവിമോചന പ്രദോഷമാണ്. കലിയുഗത്തിൽ കടബാധ്യതകളില്ലാത്ത മനുഷ്യരില്ല എന്ന് തന്നെ പറയാം. ഋണവിമോചന പ്രദോഷമാണ് നാളെ. അപ്പം നമ്മുടെ കടങ്ങൾ തീർക്കാൻ, ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. അതെങ്ങനെയാണെന്ന് വ്യക്തമാക്കാം. എല്ലാവരും അതിരാവിലെ ഉദയത്തിന് മുന്നേ തന്നെ ഉണർന്ന്, ഉദയം 6:19 കാലത്ത്, ഉദയത്തിന് മുമ്പേ തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വീടും പരിസരവും പൂജാമുറിയൊക്കെ ശുദ്ധിയാക്കി വയ്ക്കുക. എന്നിട്ട് ഉപവാസം അനുഷ്ഠിക്കുക. വ്രതസങ്കല്പം എന്നാൽ ഉപവാസം അനുഷ്ഠിക്കാം, പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ പാലോ ഫലങ്ങളോ മാത്രം കഴിച്ച് അർദ്ധ ഉപവാസവും അനുഷ്ഠിക്കാം. ശേഷം പ്രദോഷത്തിൽ, അതായത് വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയുള്ള സമയത്തിനുള്ളിൽ നമ്മൾക്ക് പ്രദോഷ പൂജ ചെയ്യണം. വീട്ടിൽ ശിവലിംഗമുള്ളവർക്ക് ശിവലിംഗം വൃത്തിയാക്കി ശുദ്ധിയാക്കിയതിന് ശേഷം അതിൽ അഭിഷേകം നടത്താം. അഭിഷേകപ്രിയനാണ് ഭഗവാൻ. പാലുകൊണ്ട് ക്ഷീരാഭിഷേകം നടത്താം, ശുദ്ധമായ ജലം കൊണ്ട് ജലാഭിഷേകം നടത്താം, തേൻ കൊണ്ടുള്ള അഭിഷേകം നടത്താം. ശേഷം വില്ലുപത്രം, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കൂവളം ഇല. പൂക്കളും തുളസിയും കൂവള ഇലയും ശിവലിംഗത്തിൽ സമർപ്പിക്കാം. ദീപം കാണിക്കാം, ധൂപം കാണിക്കാം. ശേഷം ഇതൊക്കെ ചെയ്യുമ്പോൾ ശിവപഞ്ചാക്ഷരി ഓം നമ ശിവായ മന്ത്രം 108 തവണ ചൊല്ലുക. തുടർന്ന് വിശേഷ ഋണവിമോചന മംഗളമന്ത്രം ജപിക്കണം. അതും 108 തവണ തന്നെ ജപിക്കണം. ഈ 108 തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാനിൽ സമർപ്പിച്ച് ശിവക്ഷേത്രത്തെങ്കിൽ പോയി അവിടെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നടത്താനുണ്ട്. അപ്പോഴാണ് ഈ പ്രദോഷവ്രതം പൂർണ്ണമാകുന്നത്. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രം ഇതാണ്: മംഗളോ ഭൂമിപുത്രശ്ച ഋണഹർത്ത ധനപ്രദ സ്ഥിരാസനോ മഹാകായ സർവകർമ്മ വിരോധക. ഇതാണ് മന്ത്രം. 108 തവണ തന്നെ ചൊല്ലാൻ ശ്രദ്ധിക്കുക. ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ ചൊവ്വാദോഷ പരിഹാരത്തിനും ഋണമോചനത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും വളരെ ഫലപ്രദമാണ്. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓം നമഃ ശിവായ.